ടെക്സാസ് 78. നമ്മളിപ്പം പോകുന്ന കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്നാ? ഡാളസ് ആർബറേറ്റം. ഡാളസ് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ? കേരളത്തിന് സങ്കല്പിക്കാൻ പറ്റുമോ ഇങ്ങനൊരു സ്ഥലം? നല്ല ഭരണാധികാരികൾ വന്നാൽ പറയുന്ന പോലെ കാരണം അടുത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലം ലാൻഡ് ഇങ്ങനെ കിടക്കുന്നത്, എന്നിട്ട് റോഡാ ഡെവലപ്പ് ചെയ്യുന്നത്, എന്നിട്ടാണ് ആൾക്കാർ വന്ന് താമസിക്കുന്നത്. നമ്മുടെ അവിടെ ഓൾറെഡി ആൾക്കാരുണ്ട്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഡെവലപ്മെന്റ് ചെയ്യാനൊന്നും ശ്രമിച്ചു നോക്കിയാൽ നടക്കില്ല. കേരളത്തിലെ ഡെൻസിറ്റിയും അറിയാമോ? അങ്ങനെ ആൾക്കാർ നമ്മുടെ വീടിന്റെ അവിടെ വന്നിട്ട് നമ്മുടെ വീട് പൊളിച്ചു കളഞ്ഞ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കും ഇല്ല. അന്നേരം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അതിന് മാർഗമുണ്ട്. നമുക്ക് അവിടെ അല്ല മാർഗമുള്ളത് നിലവിലുള്ള ഇതില് ഇതുപോലെ തന്നെ ഈ എലിവേറ്റഡ് ഹൈവേസ് ഉണ്ടാക്കും. പിന്നെ ഇനിയുള്ള സ്ഥലങ്ങളിൽ അത് പ്രോപ്പർ രീതിയിൽ എലിവേറ്റഡ്, പിന്നെ പുതിയ ഏരിയ ഡെവലപ്പ് ചെയ്യണം. വീടിന്റെ അല്ല മോളെ, നിലവിലുള്ള റോഡിൽ തന്നെ എലിവേറ്റഡ് ഹൈവേ ചെയ്യാമല്ലോ. നമ്മുടെ റോഡ് ഇങ്ങനെ നടക്കുമല്ലേ? ഇപ്പം ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്, അത് പോരാ. രണ്ടും മൂന്നും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഉണ്ടാക്കിയ ഫ്ലൈ ഓവർ മര്യാദയ്ക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഹൈറ്റ് കൂട്ടിയും അതിന്റെ ഡിസൈനും ഇതൊക്കെ ചെയ്തു വെച്ച് ആകപ്പാടെ ലിമിറ്റഡ് ഏരിയ ഉള്ളു, അതിനകത്ത് തന്നെ ചെയ്തു വെച്ച്. ഞങ്ങള് വന്നെങ്കിൽ ഇവിടെ പാർക്കിംഗ്, ആർബിട്രറി ഗാർഡനിലെ പാർക്കിംഗ് ഇഷ്ടംപോലെ കിടക്കുന്നു. ദാറ്റ് മീൻസ് പൊതുവെ ആള് കുറവാന്ന് തോന്നുന്നു. വൈറ്റ് റോക്ക് എന്ന് പറയുന്ന തടാകത്തിൻ്റെ തെക്ക് കിഴക്കൻ തീരത്ത് ടെക്സസിൻ്റെ ഈസ്റ്റ് ഡാളസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏകദേശം ഒരു 66 ഏക്കർ ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡനാണ്. സുഖമുള്ള ക്ലൈമറ്റ്. ആ ഒരു വികാരമില്ലായിരിക്കുന്നത് വീഡിയോയാണ്. ഞാൻ നടക്കുന്ന വഴിക്ക് അവിടെ ഒരു ഇരിക്കാൻ സ്ഥലം കണ്ടപ്പോഴത്തേക്കും അവിടെ ഒന്ന് ഇരുന്നു. അവിടെ വന്ന ഏതോ ഒരു ടൂറിസ്റ്റ് ഫാമിലി, അപ്പം അതിന് പുള്ളിക്ക് ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ പുറയിൽ പെട്ടെന്ന് വന്ന് എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ പോസ് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് നോക്കിയപ്പോൾ വേറൊരാളെ നിൽക്കുന്നു. പിന്നെ ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി അയാള്, വൈഫും കൂടെ. ആർബറേറ്റം 66 ഏക്കറോളം ഉണ്ട്. ഇതിനകത്തൂടെ മുഴുവൻ നമുക്ക് നടന്നു കാണാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. പക്ഷേ അതിനകത്ത് ബഗ്ഗി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ബഗ്ഗിയെ കയറി കുറേ ദൂരമൊക്കെ കറങ്ങി. നല്ല രസമായിരുന്നു അതിനകത്തൂടെയൊക്കെ നടന്നിട്ട്.
ഇതിനകത്തൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം പിള്ളേരൊക്കെ ആയിട്ട് കുറേ ഒരു റിലാക്സേഷന് പറ്റിയ സ്ഥലമാണ്. അത്യാവശ്യം വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ നടന്നപ്പം നല്ല സുഖമായിരുന്നു. കുറേ നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇരുന്നും ഫോട്ടോ എടുത്തും ഒക്കെ പിള്ളേർ കളിക്കുന്നതുകൊണ്ടൊക്കെ അങ്ങനെ കുറേ നേരം പോയി. കുറേ ടൈം അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ലേക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിനകത്തൂടെ അങ്ങ് നടക്കുവാണ്. ഏകദേശം ഒരു ഈവനിങ് വരെയൊക്കെ അതിനകത്ത് സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതൊരു ഫോട്ടോ പോയിൻ്റൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. 2 സൈഡിലെ മരങ്ങളും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. ഞങ്ങളും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു ഫാമിലിയായിട്ട്. രസമുണ്ട് കാണാൻ. ഞങ്ങൾ ആ ബൊട്ടാണിക്കൽ ഗാർഡനിനകത്തൂടെയൊക്കെ കുറേ നടന്നു, ഇടയ്ക്ക് ഓടി ഇരുന്നു. പിന്നെ പിള്ളേർക്ക് എന്തോ ഒരു സയൻസായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ സാധനങ്ങളൊക്കെ അവിടെ കളിക്കാനുണ്ടായിരുന്നു. പിള്ളേർക്ക് വേണ്ടിയുള്ളൊരു സെക്ഷനുണ്ട് അവിടെ. എന്തോ സയൻസായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണിപ്പം. അല്ലടാ, ഇതാദ്യം വെക്കണം, എന്നാലും അത് വെള്ളം താഴെ. ഷൂട്ട് ചെയ്യുക, അതായത് കറക്റ്റ് അതിൽ ടാർഗറ്റ് ചെയ്യണം, എന്നാലേ അത് കറങ്ങത്തുള്ളൂ. ഓ വാ, ഗുഡ് ജോബ്. മാറിക്കേ അവിടെ മാറിക്കേ, ബാക്കി പോയി നിൽക്കുക, അച്ഛൻ നിൽക്കുന്ന അവിടെ പോയി നിൽക്കുക. എന്താ സംഭവം? എയർ വരുന്നുണ്ടോ?
ഞങ്ങളങ്ങനെ ഗാർഡൻ്റെ കാഴ്ചകൾ, ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഡാളസിൽ തന്നെയുള്ള ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് പോയി കിടന്നത്.